ആ ടോപ്പ് ഒന്ന് ഊരി മാറ്റി വീണേ. ഞാനൊന്ന് നിന്നെ ന്യൂഡായിട്ട് കാണട്ടെ. ആദർശ് കൊതിയോടെ അവളോട് പറഞ്ഞു. ഒന്ന് പോടാ, ഞാൻ കാണിക്കില്ല. കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അതിനു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നതേ മോശമാണ്. പിന്നെ ഫോണിലൂടെ ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും സേഫല്ല. ഓ, നിനക്കെന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ? ആദർശ് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ട് വീണയ്ക്ക് സങ്കടമായി. പിന്നെ നിനക്കെന്താ ഒന്ന് കാണിച്ചാൽ? എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നീ കാണിക്കില്ല എന്ന് പറഞ്ഞത്? അത്ര കൊതിയായതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ ചോദിക്കുക? വഴിയിൽ പോകണോ പെണ്ണുങ്ങളോടൊന്നും എനിക്കിതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ആദർശ് പിണക്കം ഭാവിച്ചു. പിണങ്ങല്ലേടോ ആദി, എനിക്ക് പേടിയായതുകൊണ്ടല്ലേ, അല്ലാതെ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ലല്ലോ. എന്നോടുള്ള സ്നേഹവും സ്വാതന്ത്ര്യം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷെ മൊബൈലിലൂടെ ഇങ്ങനെ കാണിക്കുന്നതിൽ എന്ത് സേഫ്റ്റിയാണുള്ളത്? അതല്ലേ ഞാൻ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അവൻ പിണങ്ങുന്നത് അവൾക്ക് സഹിക്കുമായിരുന്നില്ല. മൊബൈലിലൂടെ കാണിക്കുന്നത് ഒട്ടും സേഫ് അല്ലാതിരിക്കുന്നതിൻ്റെ റീസൺ എതിർവശത്തിരിക്കുന്ന ആൾ ഒരു ചതിയനാണെങ്കിലാണ്. ഞാൻ അങ്ങനെ ഒരു ചതിയനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒന്നും കാണിക്കണ്ട, എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചോ. ആദർശ് ദേഷ്യപ്പെട്ടു. നീ ചതിയനാണെന്ന് ഞാൻ പറഞ്ഞു ആദി. നീ എന്തിനാടാ വേണ്ടാത്തതൊക്കെ പറയുന്നത്? മറ്റാരെക്കാളും എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. വീണയ്ക്ക് വിഷമം തോന്നി. എങ്കിൽ പിന്നെ നീ ആ ടോപ്പൊന്ന് മാറ്റി കാണിക്ക്. എന്നാ ഞാൻ പിണങ്ങില്ല. ഈ ഒരു തവണ മാത്രം മതി വീണ. ഇനി ഒരിക്കലും ഞാൻ നിന്നോട് ഈ കാര്യം പറയുകയില്ല. അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയതുകൊണ്ടല്ലേടി ചോദിക്കുന്നത്. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ വരില്ല. അവൻ അവളോട് വിഷമം അഭിനയിച്ച് പറഞ്ഞു. ആദർശിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ വീണ തൻ്റെ ടോപ്പ് ഉരുമാറ്റി. അവളുടെ വെളുത്ത ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഇന്നർ കണ്ട് അവൻ്റെ കണ്ണ് തള്ളി. നീ ഇത്ര സുന്ദരിയായിരുന്നു പെണ്ണെ. ഓ, കണ്ടിട്ടെനിക്ക് സഹിക്കണില്ല. നിന്നെ ഞാൻ നാളെ തന്നെ കെട്ടട്ടെ. കൊതിയോടെയുള്ള അവൻ്റെ നോട്ടവും പ്രണയത്തോടെയുള്ള സംസാരവും കേട്ട് വീണയ്ക്ക് നാണം വന്നു. നിനക്ക് കണ്ടു മതിയായെങ്കിൽ ഞാൻ ടോപ്പിടട്ടെ? വീണ ചോദിച്ചു. കണ്ടു മതിയായില്ല പെണ്ണേ, നീ ആ ഇന്നർ കൂടി മാറ്റ്. എന്തായാലും അതെല്ലാം ഞാൻ കാണാനുള്ളത് തന്നെയാണ്. ഇത്രയും കണ്ടേ എനിക്ക്. നിൻ്റെ എല്ലാം ഒന്ന് കാണിക്കാൻ എന്താ നിനക്കിത്ര മടി? അതുകൂടി കാണാതെ എങ്ങനെയാണ് സമാധാനം കിട്ടുക? അതുകൊണ്ട് നീ എല്ലാം കാണിക്കേ. ഒരു തവണ മാത്രമേ ഞാൻ ചോദിക്കൂ, ഇനി ഞാൻ ചോദിക്കില്ല. കെഞ്ചലോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വീണയ്ക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു. ആ സ്നേഹത്തിന് മുൻപിൽ അവൾ തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ച് ആദർശിന് മുന്നിൽ നഗ്നയായി നിന്നുകൊടുത്തു. അവളുടെ നഗ്ന സൗന്ദര്യം അവൻ ഫോണിലൂടെ മതിവരുവോളം കണ്ട് ആസ്വദിച്ചു. ആദർശിനോടുള്ള വിശ്വാസം കൊണ്ടാണ് അവൻ ആവശ്യപ്പെട്ടപ്പോൾ മൊബൈൽ സ്ക്രീനിന് മുൻപിൽ അവളുടെ നഗ്നത വെളിവാക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. പക്ഷെ അപ്പുറത്തെ വശത്തു നിന്ന് അവൻ അതെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമെന്ന് വീണ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവളോട് ഇനിയും ചോദിച്ചാൽ കാണിച്ചു തരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ സമയം വീണ തുണി അഴിച്ച് കാണിച്ചതെല്ലാം ആദർശ് റെക്കോർഡ് ചെയ്തത്. അവൻ്റെ ചതി അവൾ അറിഞ്ഞതേയില്ല. സത്യത്തിൽ ആദർശ് അവളെ വീണ്ടും അങ്ങനെ കാണാൻ കൊതി തോന്നുമ്പോഴൊക്കെ എടുത്ത് കാണാൻ വേണ്ടിയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. അവൻ അവളോട് ആത്മാർത്ഥമായ പ്രണയം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാ ചെറുപ്പക്കാരെയും പോലെ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ശരീരത്തിനെയും ആദർശ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ആദർശും വീണയും കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥികളാണ്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഇരുവരും പ്രണയിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ നേരിട്ടൊന്ന് ഉമ്മ വയ്ക്കാൻ കൂടി വീണ അവനെ സമ്മതിക്കുമായിരുന്നില്ല. പിന്നെയാണ് അവൾ ഇടയ്ക്കൊക്കെ അതിന് നിന്നു കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ മുതലുള്ള അവൻ്റെ ആഗ്രഹമാണ് അവളുടെ ശരീരം ഒരു തവണയെങ്കിലും നഗ്നമായി കല്യാണത്തിന് മുൻപ് കാണുക എന്നത്. അങ്ങനെ കുറേ നാളായിട്ടുള്ള ആദർശിൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. കടഞ്ഞെടുത്തതുപോലെയുള്ള അവളുടെ ശരീരം കാണവേ അവൻ കോരിത്തെരിച്ചുപോയി. എൻ്റെ പെണ്ണേ, നീ എന്തൊരു ഗ്ലാമറാടി കാണാൻ. കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. എത്രയും പെട്ടെന്ന് കോഴ്സ് കഴിഞ്ഞ് നിന്നെ ഒന്ന് കെട്ടിയാൽ മതിയെന്ന് എനിക്ക്. ആദർശ് വികാരമടക്കാനാവാതെ തൻ്റെ കൈകൾ കൂട്ടിത്തിരുമ്മി. നീ കണ്ടത് മതി. ഇനിയും കണ്ടുകൊണ്ടിരുന്ന നീ വേറെ പലതും ചോദിച്ചെന്നിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് വീണ ഫോൺ കട്ട് ചെയ്ത് ഡ്രസ്സ് എടുത്തിട്ടു. ആദർശ് ഊറി ചിരിച്ചുകൊണ്ട് ഗാലറിയിൽ താൻ റെക്കോർഡ് ചെയ്ത സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് കാണാൻ തുടങ്ങി. വീണയുടെ ശരീര സൗന്ദര്യം അവൻ മതിവരുവോളം കണ്ട് ആസ്വദിച്ചു. വീണയുടെ ശരീരം കാണാൻ കൊതിക്കുമ്പോഴൊക്കെ അവൻ അവൻ്റെ മൊബൈലെടുത്ത് അവളുടെ വീഡിയോ കാണും. പക്ഷെ ഒരു ദിവസം അവൻ്റെ സുഹൃത്ത് അജയ് ആദർശിൻ്റെ ഫോണെടുത്തപ്പോൾ യാദർശികമായി വീണയുടെ വീഡിയോ അവൻ കാണുകയും അജയ് അപ്പോൾ തന്നെ അത് തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു. ആദർശ് ഇതൊന്നും അറിഞ്ഞതേയില്ല. അവൻ അതേപ്പറ്റി തൻ്റെ മറ്റ് സുഹൃത്തുക്കളോടും പറഞ്ഞു.
അങ്ങനെ അവരും അവനോട് ആ വീഡിയോ ആവശ്യപ്പെട്ടു. അജയ് തൻ്റെ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ തങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലും വീണയുടെ നഗ്ന ദൃശ്യങ്ങൾ അടങ്ങിയ സ്ക്രീൻ റെക്കോർഡ് സെൻഡ് ചെയ്തു പോയി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതെല്ലാവരും കാണുകയും ചെയ്തു. അജയ് അത് ഡിലീറ്റ് ചെയ്തെങ്കിലും അബദ്ധത്തിൽ അത് ഡിലീറ്റ് എവരിവൺ എന്നതിന് പകരം ഡിലീറ്റ് മീ കൊടുത്തുപോയി. അതോടെ കാര്യങ്ങൾ കൈവിട്ടു. വീണയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കോളേജിലെ മിക്ക കുട്ടികളും കാണുകയും ചെയ്തു. ഇതൊക്കെ നടക്കുന്നത് രാത്രിയായിരുന്നു. ആദർശ് ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. സംഭവം കൈവിട്ടു എന്ന് മനസ്സിലായതോടെ അജയ് നാട്ടിൽ നിന്നും മുങ്ങി. രാത്രി 12 മണിയോടെ വീണയെ അവളുടെ കൂട്ടുകാരി സ്നേഹ വിളിച്ചുണർത്തിയപ്പോഴാണ് കോളേജ് ഗ്രൂപ്പിൽ തൻ്റെ വീഡിയോ പരന്ന കാര്യം അവൾ അറിഞ്ഞത്. വീണ നടുക്കത്തോടെ മൊബൈലെടുത്ത് കോളേജ് ഗ്രൂപ്പ് തുറന്നു നോക്കിയതും അതിൽ വന്നു കിടക്കുന്ന വീഡിയോ അവൾ കണ്ടു. താൻ ആദർശിന് മുന്നിൽ തുണി അഴിച്ച് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് അത് എന്ന് അവൾക്കപ്പോൾ തന്നെ അത് മനസ്സിലായി. തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായതും വീണ ആകെ തകർന്നു. ആദർശിൽ നിന്നും ഏറ്റ ചതി അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആകെ നാണം കെട്ട് ഇനി ആരുടെ മുന്നിലും തനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് വീണ ഷോളിൽ കുരുക്കിട്ട് തൻ്റെ ജീവിതം ആ രാത്രി അവസാനിപ്പിച്ചു. പിന്നീട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആദർശം ആകെ തകർന്നു പോയി. എങ്ങനെയാണ് തൻ്റെ ഫോണിൽ നിന്നും ഇത് ലീക്കായതെന്ന് തിരിച്ചറിയാതെ അവൻ കുറ്റബോധം കൊണ്ടുരുകി. താൻ കാരണമാണ് വീണ ആത്മഹത്യ ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ ആദർശം വൈകാതെ ആ വഴി തന്നെ സ്വീകരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.